താനിങ്ങനെ ഇത്തിൽ കണ്ണി പോലെ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാ എന്റെ അച്ഛൻ എന്നെ വേണ്ടതായത്. എല്ലാരും കൂടെ വീണയെങ്ങ് തോൽപ്പിക്കാന്നല്ലേ വിചാരിച്ചത്. എന്നാ വീണ എങ്ങനെ തോറ്റു തരാൻ തയ്യാറല്ല. താൻ എന്താടോ കരുതിയത്? വീണയെ പുറത്താക്കിയിട്ട് അവളെയും കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കാന്നോ? സമ്മതിക്കില്ലടോ. ഒരു നിമിഷം പോലും തനിക്കോ അവൾക്കോ ഞാൻ സമാധാനം തരില്ല. താനും അവളും ചിരിക്കുമ്പോ വീണ ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാത്തിനെയും ഇവിടെ വരുത്തും, എന്റെ കാല് നക്കി തുടയ്ക്കാൻ. താൻ പറയുന്ന ഈ കൊച്ചുണ്ടല്ലോ, ഈ ആദി, അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയാടോ. പക്ഷേ ഞാൻ ആർക്കും അവനെ കാണിച്ചു തരില്ല. കുഞ്ഞിനെ കൊണ്ടുപോയവര് ചെലപ്പോ അവനെ അങ്ങ് കൊല്ലും. നിങ്ങളൊന്നും അവന്റെ ശവം പോലും കാണില്ലടോ. അലറിയിട്ടൊന്നും ഒരു കാര്യമില്ലടോ. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞാ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവില്ല. പിന്നെ താനീ പൊക്കിപ്പിടിച്ചോണ്ട് വന്ന തെളിവുണ്ടല്ലോ, മനുവിന്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു എന്ന് പറയുന്നത്. പരിചയമുള്ളൊരു വീട്ടിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. ഞാൻ ആ വിവരം ഒന്ന് അറിയിച്ചു. അങ്ങനെ ഒരു വിശദീകരണം മാത്രം മതി അതിന്. അതിപ്പോ നിത്യക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് ഞാൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അവള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവാം. നിയമത്തിന്റെ മുമ്പില് വീണയുടെ കോളിന് അത്രയും സാധ്യതയുള്ളൂടോ. തനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടോ? എന്നെ കൊല്ലണമെന്നുണ്ടോ? തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യടോ. എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. പക്ഷേ താൻ ഒന്നോർത്തോ, അതേ നിമിഷത്തില് ആ കുഞ്ഞിന്റെ മേലും കൂടിയാ താൻ കൈവയ്ക്കുന്നത്. ഇത് വീണയാടോ. ജയിക്കണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാലേ ജയിച്ചിട്ടേ അടങ്ങൂ. ജീവൻ ജയിലിലായതുകൊണ്ട് നിങ്ങളെല്ലാരും രക്ഷപ്പെട്ടോന്ന് കരുതണ്ട. വീണ പുറത്തുണ്ട്. നിന്റെയൊക്കെ തലയില് ഇടുത്തിയായിട്ട് പെയ്യാൻ.